രാജ്യമെങ്ങും ഡൽഹി ജന്തർ മന്ദറിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കൾ മാത്രമല്ല, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അവിടെ വിദ്യാർത്ഥികൾ നേരിട്ട അതിഭീകരമായ പോലീസ് നരനായാട്ടിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. മോദി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾ എന്തുമാകട്ടെ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതി അവരുടെ ഭാവി ഭദ്രമാക്കാനുള്ള ശ്രമം നടത്തി, എൻട്രൻസ് എക്സാമിന് വളരെയധികം കഠിന പരിശ്രമം നടത്തി പഠിച്ച് വന്ന് പരീക്ഷ എഴുതിയപ്പോഴാണ് ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച. അതുപോലെ തന്നെ CBSE പരീക്ഷയിൽ ബോർഡ് എക്സാമിനാണെങ്കിലോ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തിയതിലെ വീഴ്ച, UGC പരീക്ഷയിലും ചോദ്യങ്ങൾ ചോർച്ച. കഴിഞ്ഞ ദിവസം ശിവദാസൻ നമ്മുടെ MP രാജ്യസഭയിൽ ചോദിച്ച ചോദ്യത്തിന് രാജ്യസഭയിലെ വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് തന്നെ കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം രാജ്യത്ത് കഴിഞ്ഞ ചില വർഷങ്ങളിൽ, കഴിഞ്ഞ അടുത്ത കാലത്ത് നടന്ന 100ഓളം മത്സര പരീക്ഷകളിൽ ഇമാതിരിയുള്ള ചോദ്യച്ചോർച്ചയും തട്ടിപ്പുകളും നടന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇത് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് അന്തിച്ചു നിൽക്കും. കാരണം ഇഷ്ടക്കാർക്ക് ചോദ്യം ചോർത്തി കൊടുക്കുക, അവരെ സ്ഥാപിത താല്പര്യത്തോടു കൂടി അവരുടെ കേന്ദ്രങ്ങളിൽ നിയമിക്കുക എന്നതാണ് BJPയുടെ ഹിഡൻ അജണ്ട എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാണ്. 100ഓളം പരീക്ഷകൾ, അതിന് തൊഴിൽ സംബന്ധമായ പരീക്ഷകൾ, പഠന സംബന്ധമായ പരീക്ഷകൾ എന്ന ഭേദം ഇല്ലാതെ തന്നെ ഈ തട്ടിപ്പുകൾ നടന്നു. CJP എങ്ങനെ രൂപപ്പെട്ടു എന്നത് നമുക്കറിയാം. രാജ്യത്തെ യുവാക്കളെയും കൗമാരക്കാരെയും പാറ്റകളോടും വെട്ടുകിളികളോടും കീടങ്ങളോടുമൊക്കെ ഉപമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിൽ അതിനെതിരെയുള്ള പ്രതിഷേധമായാണ് അഭിഷേക് ദീപ്കയുടെ നേതൃത്വത്തിൽ CJP എന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നത്, കോക്രോച്ച് ജനതാ പാർട്ടി. അവർ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം അഭിമുഖീകരിക്കുകയും അവർ അതിന് പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് ഇറങ്ങുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ SFIയും NSUവും ഒക്കെ സമര രംഗത്ത് ഉണ്ടായിരുന്നു. എന്നാൽ CJPയുടെ സമരത്തിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും മുന്നിട്ട് എത്തി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. ഒന്നാമത്തെ വീഡിയോ ദൃശ്യം നോക്കുക. പിള്ളേരെ മൃഗീയമായി മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. അത് ഒന്നാമത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കാണുക. പോലീസുകാരല്ല, ഗുണ്ടകൾ, അതായത് BJP പൈസ കൊടുത്തു വാങ്ങിയ ഗുണ്ടകൾ ലാത്തിയും വെച്ച് നിൽക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം, ഈ പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസിന്റെ യൂണിഫോം ഇട്ടവർ പോലും നെയിം പ്ലേറ്റ് വച്ചിട്ടില്ല. അത് എന്തിനാണെന്ന് വ്യക്തവുമല്ല. അവരും പ്രൈവറ്റ് ഏജൻസിയുടെ ആളുകളാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഇനി പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പുരുഷ പോലീസുകാർ മർദ്ദിക്കുന്നത്, കടന്നുപിടിക്കുന്നത്, അങ്ങനെയുള്ള ദൃശ്യങ്ങൾ. അപ്പോൾ രാജ്യത്തെ യുവാക്കൾ പാറ്റകളാണോ അല്ലെങ്കിൽ വെറും പ്രാണികളാണോ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രാജ്യത്തെ യുവാക്കൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന കൃത്യമായ ദിശാബോധം യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുണ്ട്, അവരുടെ രക്ഷിതാക്കൾക്കുമുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ഈ മാധ്യമങ്ങളെയും പിടികൂടിയത്. എല്ലാ വിശിഷ്ട മാധ്യമങ്ങൾ, നമ്മുടെ ദേശീയ തലത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഫണ്ട് ചെയ്യുന്നത് BJP ലോയലുകളായ കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് ഈ മാധ്യമ സ്ഥാപനങ്ങളെ തെരഞ്ഞു പിടിച്ചാണ് അവിടെ വിദ്യാർത്ഥികൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ CJPയുടെ സമരത്തെ പോലീസ് മൃഗീയമായി അടിച്ചൊതുക്കി. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. മാധ്യമങ്ങളുടെ കള്ളത്തരം, പൊള്ളത്തരം പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടു. അതുമാത്രമല്ല, രാജ്യമെമ്പാട് നിന്നും ജന്തർ മന്ദറിലേക്ക് ആളുകൾ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തുവിടുന്ന കാഴ്ച, അത് രാജ്യത്തിൻ്റെ തന്നെ സമരക്കാരോടുള്ള പ്രത്യക്ഷത്തിലുള്ള പിന്തുണയാണ്. എല്ലാവർക്കും ഡൽഹിയിലെത്തി സമരം ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് വിദേശത്തിരുന്നു പോലും ആളുകൾ ഭക്ഷണം ഓൺലൈനിൽ വിതരണം ചെയ്യുന്ന അവരുടെ ആപ്പുകളിലേക്ക്, ജന്തർ മന്ദറിലേക്ക് ഭക്ഷണം അയച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോഴും മോദി ഒരക്ഷരം മിണ്ടുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല. അവരിപ്പോഴും കയർത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് രാജ്യത്തെ യുവാക്കളുടെ മണ്ടയിലാണ് എല്ലാ കുറ്റവും കെട്ടിച്ചമച്ച് വെച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാകുന്ന പ്രതികരണങ്ങളാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതും. ഇത് ലജ്ജാവഹമാണ്. കൃത്യമായ ഒരു അന്വേഷണം നടത്തണം.
ഈ പിള്ളേരെ തല്ലിച്ചതച്ച പോലീസുകാർക്കെതിരെ നടപടി വേണം. അത് ഒരു ജനാധിപത്യ ഇന്ത്യ, നമ്മുടെ ജനാധിപത്യ രാജ്യം അർഹിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്, ആശിക്കുന്നതാണ്. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകരും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു.